നമസ്കാരം. ഡേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. രാജ്യാന്തര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫ്ലവേഴ്സും 24ഉം സംയുക്തമായി സംഘടിപ്പിച്ച KP നമ്പൂതിരിസ് പിങ്ക് മിഡ്നൈറ്റ് റണ്ണിന് വൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 15 മുതൽ 30 വയസ്സ് വിഭാഗത്തിൽ റീബ ആൻഡ് ജോർജ് 1ാം സ്ഥാനം നേടി. CR നിത്യ 2ാം സ്ഥാനവും 3ാം സ്ഥാനം അതുല്യ ഉദയനും സ്വന്തമാക്കി. 30 വയസ്സിന് മുകളിലുള്ള വിഭാഗത്തിൽ TP ആശ 1ാം സ്ഥാനം നേടി. ജസീനയ്ക്കാണ് 2ാം സ്ഥാനം. രാജലക്ഷ്മി 3ാം സ്ഥാനം കരസ്ഥമാക്കി. കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് പിങ്ക് മിഡ്നൈറ്റ് റണ്ണിന്റെ 4ാം എഡിഷന്റെ ഫ്ളാഗ് ഓഫ് നടന്നത്. KP നമ്പൂതിരിസും ജോയ് ആലുക്കാസും കേരള ടൂറിസവുമാണ് പിങ്ക് മിഡ്നൈറ്റ് റണ്ണിന്റെ മുഖ്യ സ്പോൺസർമാർ. വിജയികൾക്ക് 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം, നടി ഐശ്വര്യ ലക്ഷ്മി എന്നിവർ ചേർന്ന് സമ്മാനം വിതരണം ചെയ്തു. ആൻമരിയ സണ്ണി കൊച്ചിൻ ചെയ്തു. ആൻമരിയ, കൊച്ചിയുടെ നിരത്തുകളിൽ വനിതാ ശാക്തീകരണത്തിന്റെ അവരുടെ കരുത്തിന്റെയൊക്കെ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് വൻ പങ്കാളിത്തത്തോടെ നടന്ന പിങ്ക് മിഡ്നൈറ്റ് റണ്ണിന് സമാപനമാകുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയികൾ ആരൊക്കെയായിരുന്നു? ആവേശകരമായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 8:30യോടുകൂടി ആരംഭിച്ചതാണ്. അപ്പോൾ മുതൽ ആരംഭിച്ച ആവേശം അത് ഇപ്പോഴും അവിടെ കെടാതെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടും അതോടൊപ്പം തന്നെ അവരുടെ സന്തോഷങ്ങളെല്ലാം പങ്കിടുകയാണ്. പലരും ഇത് പൂർത്തിയാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നവർ, ചിലരെല്ലാം മത്സരിച്ച് വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നവരെല്ലാമാണ്. എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാതെ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളൊക്കെ എവിടെ നിന്ന് വന്നവരാണേ? സമ്മാനം കിട്ടിയാ? പിന്നില്ലേ എന്ത് സർട്ടിഫിക്കറ്റ് ഷീൽഡ് മാത്രം. എന്താ പറയുന്നത്? എന്താ തോന്നി? അടിപൊളി, ഭയങ്കര സന്തോഷം തോന്നി ഇതിൽ പങ്കെടുക്കാൻ. ഞങ്ങളുടെ സൂംബ ടീച്ചർ കാരണമാണ് ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത്. അപ്പൊ പോയി, ഞങ്ങളുടെ കൊച്ചു പോയി. ഇങ്ങനെ തന്നെയാണ്, എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, വളരെ അഭിമാനത്തിലാണ്. അത് നമുക്ക് ചേച്ചിയെ കാണാം. ചേച്ചി എവിടുന്നാ വരുന്നേ? ഞങ്ങൾ തേവരാ. ഇപ്പൊ എന്താ തോന്നുന്നത്? ഒരു ആവേശം? നല്ല സ്പിരിറ്റ് ഉണ്ട്. ഇനി ഓടുവോ? തീർച്ചയായിട്ടും. പിന്നെ ഒരു വിഷമം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ദീപിക്ക് ഇതിൽ ചെയ്യാൻ പറ്റാത്ത ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇവിടെ വന്നിട്ട് പോയി ഒരു കസിൻ ആക്സിഡന്റ് ആയ കാരണം പറ്റാത്തതുകൊണ്ട് ആ ഒരു വിഷമമുണ്ട് ഞങ്ങൾക്ക് കൂട്ടുകാരില്ലാത്ത കാരണം. അവർ ചില വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ സന്തോഷങ്ങളും ഒക്കെ പങ്കിടുന്നുണ്ട്. സുഹൈൽ, എന്താ പറയേണ്ടത് നമുക്കും അറിയത്തില്ലാത്ത നിമിഷങ്ങളാണ്. കാരണം 4ാം എഡിഷനാണ് ഇപ്പോൾ ഈ കൊച്ചി ദർബാർ ഹാളിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. പ്രൗഢഗംഭീര സമാപനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ദൃശ്യങ്ങളും ആ രീതിയിലുള്ള ജനപങ്കാളിത്തവുമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 2000ഓളം വനിതകൾ പങ്കെടുത്ത ഒരു പിങ്ക് മിഡ്നൈറ്റ് റണ്ണിനാണ് തുടക്കം കുറിച്ചത്. ആദ്യ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്, അതായത് ഇതിലെ 1, 2, 3 എഡിഷനുകളിലും ഇതേ രീതിയിൽ തന്നെയുള്ള ജനപങ്കാളിത്തം, അതിൽ അധികമായിട്ടുള്ള ജനപങ്കാളിത്തമായിരുന്നു ഇത്തവണ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 8:30യോടുകൂടി സൂംബ ക്ലാസ് ആരംഭിച്ചു. സൂംബ നടന്നു. സൂംബയ്ക്ക് ശേഷം ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ, അതോടൊപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് ഈ പിങ്ക് മിഡ്നൈറ്റ് റണ്ണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. അതിനുശേഷം ഇവിടെ നിന്നും ദർബാർ ഹാളിൽ നിന്നും ആരംഭിച്ച് പല പോയിന്റുകൾ താണ്ടി ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് തിരികെ യൂട്ടേൺ എടുത്ത് ദർബാർ ഹാളിലേക്ക് അവസാനിക്കുന്ന രീതിയിലായിരുന്നു ഈ പിങ്ക് മിഡ്നൈറ്റ് റണ്ണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു മത്സരം എന്നതിനേക്കാൾ ഉപരി രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്കും കൂടിയാണ് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടാണ് ഈ 4 എഡിഷനുകളും ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ വന്ന പല ആളുകളും സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഈ ഒരു വർഷമായിട്ട് ക്യാൻസർ രോഗബാധിതയായിട്ടുള്ള ഒരു അജിത എന്ന് പറയുന്ന 68 വയസ്സുള്ള ഒരാളെ നമ്മൾ കണ്ടു. അവരൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ഊർജ്ജത്തോടു കൂടിയാണ് അവരൊക്കെ സംസാരിക്കുന്നത്. അവർ പറയുന്നതും എന്തെങ്കിലും ചെറിയ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അവരാരും ഇങ്ങനെ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന ഈ യുവതികൾക്കൊപ്പം അല്ലെങ്കിൽ വനിതകൾക്കൊപ്പം അവരുടെ ആളുകൾ കൂടി, അത് പുരുഷന്മാർ കൂടി അവർക്ക് വലിയൊരു പ്രോത്സാഹനം നൽകുന്ന കാഴ്ചയും ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കൂടിയാണ്. എന്തായാലും ആവേശകരമായ പ്രൗഢഗംഭീരമായിട്ടുള്ളൊരു സമാപനത്തിനാണ് ഇപ്പോൾ കൊച്ചി ദർബാർ ഹാള് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൈൽ, എന്തായാലും പലർക്കും അപരിചിതമായ ഒരു നിരത്തായിരുന്നു. ആ നിരത്തിൽ അവർ ശക്തിയോടെ ഓടി ഒരു വലിയ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് വൻ പങ്കാളിത്തമായിരുന്നു. ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കരുത്തുറ്റ സന്ദേശവുമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ. ജനങ്ങൾ UAEക്കൊപ്പം ഒരുമിച്ച് നിൽക്കുന്നു. UAE ഒരു മാതൃകയാണ്. മുൻപത്തിനേക്കാൾ കരുത്തോടെ UAE ഉയരുമെന്നും UAEയിൽ എല്ലാം സാധാരണ നിലയിലാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. UAE മനോഹരമായ നാടാണ്, അത് കണ്ട് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുതെന്നും പ്രസിഡന്റിന്റെ സന്ദേശം. അബുദാബി TVക്ക് നൽകിയ അഭിമുഖത്തിലാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെ മുന്നറിയിപ്പ്. الواحد يتشرف أن ينتمي لهذه الدولة. صحيح. أريد أشكر المؤسسة العسكرية على دورها، واجبها ودورها المميز اللي طلعت فيه في أثناء هذه الحرب. وأشكر المؤسسات الأمنية الباقية، وزارة الداخلية، أجهزة الأمن، الدفاع المدني، ويعذرني الباقين إذا ما ذكرت أساميهم.
മുഹമ്മദ് റഹീസ് ദുബായ് റഹീസ് UAE പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ ആത്മവിശ്വാസം പകർന്നു. അതിനപ്പുറം തന്നെ കരുത്തുണ്ടെന്ന് പറഞ്ഞൊരു മുന്നറിയിപ്പ് കൂടി. എന്തൊക്കെ വ്യാഖ്യാനിക്കാം നമുക്ക് ഈ വരികളിൽ? തീർച്ചയായിട്ടും തങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കരുത്തുണ്ട് എന്ന് UAE വ്യക്തമാക്കുകയാണ്. അത് നേരത്തെ തന്നെ പലതരത്തിൽ അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതാ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ തന്നെ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ആത്മവിശ്വാസം പകരുന്നതാണ്. ജനങ്ങൾ UAEക്ക് ഒപ്പം ഒരുമിച്ച് നിൽക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ UAE ഒരു മാതൃകയാണ്. പ്രവാസികളും ഞങ്ങളുടെ കുടുംബമാണ്. അങ്ങനെ ഒരു വേർതിരിവുമില്ല. മറിച്ച് എല്ലാവരും ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ കുടുംബമാണ്. മുൻപത്തേക്കാൾ കരുത്തോടെ UAE ഉയരും. UAEയിൽ എല്ലാം സാധാരണ നിലയിൽ തന്നെയാണ്. ഒപ്പം തന്നെ അതിഥികളും പ്രവാസികളും ഒക്കെ നല്ല രീതിയിൽ തന്നെ നിലപാട് സ്വീകരിച്ചു. ജനങ്ങളെ സംരക്ഷിക്കുകയാണ് തങ്ങളുടെ കടമ. അത് എപ്പോഴും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നടക്കും. അതിലെ ഒരു പോറലും ഏൽക്കില്ല, ഒരു പ്രശ്നവും ഏൽക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ UAE പ്രസിഡന്റ് പറയുകയാണ്. ഒപ്പം തന്നെ ഈ സായുധ സേനാംഗങ്ങൾക്ക് അദ്ദേഹം നന്ദി അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ശത്രുക്കൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയത്. UAE ഒരു മനോഹരമായ നാടാണ്, കാണാനൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ആ മനോഹാരിത കണ്ട് ഈ നാടിനെ തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ നാടിനെ പെട്ടെന്ന് കീഴടക്കാൻ കഴിയില്ല. അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിന്റെ കാരണം മനസ്സിലാകും തുടങ്ങിയതായിരുന്നു അദ്ദേഹത്തിന്റെ ഒക്കെയും പ്രതികരണം. UAEയുടെ അകം കരുത്തുറ്റതാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. ശത്രുക്കൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നു. ആക്രമിക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിന്റേതായ മറുപടി നൽകുമ്പോഴും ഇവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ, UAEയിലെ ജനങ്ങളെ ഒന്നാകെ കൂട്ടിപ്പിടിച്ച് ഇണക്കി നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. നേരത്തെ ഇറാന്റെ നേതാവ്, പരമോന്നത നേതാവൊക്കെയും പറയുകയുണ്ടായി, ഒരു നിലയ്ക്കും ഇനി ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ല, ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാൽ മാത്രമേ അങ്ങോട്ട് ആക്രമണം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അതിന് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അത് ആ നിലയ്ക്കല്ല. പല സ്ഥലങ്ങളിലും ആക്രമണം ഉണ്ടാകുന്നു. അവിടെയൊക്കെയും UAE ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും അലേർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ശാന്തമാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇടത്തു നിന്നും ഇപ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ആണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അത് ഏത് തരത്തിൽ എത്ര ഗുരുതരമുള്ള പ്രശ്നങ്ങളാണ്, എത്ര ഗുരുതരമായ ആക്രമണങ്ങളാണ് എന്നറിയില്ല. പക്ഷേ ഓരോ ഗൾഫ് രാജ്യങ്ങളിലും അലേർട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോഴും പ്രതിരോധം തുടരുകയാണ് എന്നാണ് പല രാജ്യങ്ങളുടെയും ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ഒക്കെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു ടെൻഷൻ, അത് ഈസാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിടത്ത്. എന്തായാലും പ്രവാസികൾക്കും സ്വദേശികൾക്കും ഏറെ ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളാണ് UAE പ്രസിഡന്റ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ കരുത്തുണ്ടെന്ന് പറഞ്ഞൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. അതൊരു കൃത്യമായ മുന്നറിയിപ്പാണ്, സൂചനയാണ്. റഹീസാണ് വാർത്താ വിവരങ്ങൾ നൽകിയത്. അയൽ രാജ്യങ്ങൾ നടത്തിയ ആക്രമണങ്ങൾക്ക് ക്ഷമ ചോദിച്ച് ഇറാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രതികരണം. GCC രാജ്യങ്ങൾ ഇനി ആക്രമണം നടത്തില്ലെന്നും നേരിട്ട് ആക്രമിച്ചാൽ മാത്രം പ്രത്യാക്രമണമെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. അതിനിടെ താൽക്കാലികമായി അടച്ച ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ഗൾഫ് മേഖലയിലേക്ക് അമേരിക്കൻ കപ്പലുകൾ പ്രവേശിക്കരുതെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിലൂടെയല്ലാതെ എണ്ണ ഇറക്കുമതി 10% വർദ്ധിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. 60% ഇറക്കുമതി 70% ഉയർത്തി. ഇന്ധനവില വർദ്ധിപ്പിക്കില്ലെന്നും കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. ഇന്ത്യയിലേക്കുള്ള LNG വിതരണം പുനരാരംഭിക്കുമെന്ന് ഖത്തർ ഉറപ്പ് നൽകിയതായും കേന്ദ്രം അറിയിച്ചു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ ചേർന്നു. അർജുൻ, ഒരു ഇന്ധനക്ഷാമത്തിലേക്ക് രാജ്യം നീങ്ങില്ല എന്ന് ഉറപ്പ് നൽകുന്ന പ്രതികരണമാണ് വരുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയല്ലാതെ അതിന്റെ ബദൽ മാർഗങ്ങളുടെ കൂടുതൽ ഇന്ധനം എത്തിച്ചുകൊണ്ട് ആ സാഹചര്യത്തെ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ. സുഹൈലെ, ഇന്ത്യയിൽ നിലവിലൊരു ഊർജ്ജ പ്രതിസന്ധിയോ ഇന്ധന പ്രതിസന്ധിയോ ഇല്ല. സമീപ ഭാവിയിലേക്കും അത്തരത്തിലൊരു പ്രതിസന്ധി വരില്ല എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു വിവരത്തിലൂടെ പങ്കുവെക്കുന്നതിലൂടെ വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ ഹോർമുസ് കടലിടുക്കിലൂടെ അല്ലാതെ ഇന്ത്യയിലേക്ക് 60% ഇന്ധന വിതരണവും അങ്ങനെയാണ്. അതായത് ഹോർമുസ് കടലിടുക്കിലൂടെ അല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെയാണ് വരുന്നത്. അത് 10% വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 70% ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലൂടെ അല്ലാതെയാണ് ഇന്ത്യയിലേക്കുള്ള ഊർജ്ജ വിതരണവും ഇന്ധന വിതരണവും വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ സമീപ ഭാവിയിലേക്ക് ഇന്ത്യയിൽ ഒരു ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകില്ല, ഒരു ഇന്ധന പ്രതിസന്ധി ഉണ്ടാകില്ല എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഹോർമുസ് കടലിടുക്ക് വഴിയല്ലാത്ത ഇന്ധന ഇറക്കുമതി കൂട്ടിയിരിക്കുകയാണ്. അത് 10% ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്ഷാമ പ്രതിസന്ധി രാജ്യം നേരിടില്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. മറ്റു വാർത്തയിലേക്കാണ്. സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. മിസൈൽ ജനവാസമില്ലാത്ത മേഖലയിൽ പതിച്ചു. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ ചേർന്നു. ജലീൽ, നേരത്തെ മസൂദ് പെസഷ്കിയാൻ GCC രാജ്യങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞു മണിക്കൂറുകൾ ആവുന്നില്ല. അതിനിടയിലാണ് വീണ്ടും ആക്രമണം. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുഹൈൽ, സൗദിക്ക് നേരെ ഏറ്റവും കൂടുതൽ ആക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസമാണ് ഇന്ന്. ഏറ്റവും പുതുതായി റിപ്പോർട്ട് ചെയ്തിരുന്നത്
പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ, അതായത് സൗദിയിലെ മധ്യ മേഖലയിൽ അൽഖർജിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. വീണ്ടും അമേരിക്കയുടെ സൈനിക താവളം ഉള്ളത് ഇവിടെയാണ്. ഒരു മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം ഉണ്ടായത്. ഇത് ജനവാസമില്ലാത്ത മേഖലയിൽ പതിച്ചു എന്നാണ് സൗദി പ്രതിരോധ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് ഇത് 4ാമത്തെ തവണയാണ് ഈ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഇതുവരെ ആക്രമണം തുടങ്ങിയ ശേഷം 12 തവണ ഈ എയർബേസിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സുഹൈൽ പറഞ്ഞ പോലെ ഇറാൻ പ്രസിഡന്റ് അയൽ രാജ്യങ്ങളോട് മാപ്പ് ചോദിക്കുകയും ആക്രമണം ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും എയർബേസിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇറാൻ ജുഡീഷ്യറി തലവൻ ഗുലാം ഹുസൈൻ സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കിയാണ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായത്. അത് നിരത്ത് പതിച്ചു, ജനവാസമില്ലാത്ത മേഖലയിൽ പതിച്ചു എന്നാണ് ജലീൽ കണ്ണമംഗലം റിപ്പോർട്ട് ചെയ്തത്. മധ്യപൂർവേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ തുറമുഖങ്ങൾക്ക് മാർഗനിർദ്ദേശവുമായി ഷിപ്പിംഗ് മന്ത്രാലയം മുൻഗണനാ അടിസ്ഥാനത്തിൽ ചരക്ക് നീക്കം കൈകാര്യം ചെയ്യണമെന്നും ആവശ്യമെങ്കിൽ സംഭരണ സംവിധാനം ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശം. അതിനിടെ കപ്പലിന് കൊച്ചി തുറമുഖത്ത് നങ്കൂരമിടാൻ അനുവദിച്ചതിന് ഇറാൻ നന്ദി അറിയിച്ചു. മധ്യപൂർവേഷ്യയിൽ നിന്ന് മടങ്ങിവരുന്ന കപ്പലുകൾക്ക് മുൻഗണന നൽകണമെന്നും പെട്ടെന്ന് കേടുവരുന്ന ചരക്കുകൾക്ക് അധികം പ്രാധാന്യം നൽകണമെന്നുമാണ് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. പ്രധാന തുറമുഖങ്ങളിൽ ചരക്കുകൾ സംഭരിക്കാൻ സംവിധാനമുണ്ടെങ്കിൽ അതുപയോഗിക്കണം. കൊച്ചി തീരത്ത് അഭയം തേടിയ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഐറിസ് ലവാന് മട്ടാഞ്ചേരിയിലെ കോൾ ബർത്തിലാണ് സംരക്ഷണം ഒരുക്കിയത്. കപ്പലിന് അഭയം നൽകിയതിന് ഇറാൻ നന്ദി അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ മാനുഷിക സമീപനത്തിന് നന്ദിയെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫത്താലി. ഡൽഹി ബ്യൂറോയ്ക്കൊപ്പം 24 കൊച്ചി. മധ്യപൂർവേഷ്യൻ യുദ്ധം അടുക്കളയെയും ബാധിക്കുന്നു. പാചകവാതക സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിച്ചതിന്റെ ഞെട്ടലിലാണ് ജനങ്ങൾ. പാചകവാതക സിലിണ്ടറിന് 60 രൂപയും വാണിജ്യ സിലിണ്ടറിന് 115 രൂപയുമാണ് കൂട്ടിയത്. LPG ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കാൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. ഗാർഹികാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകൾക്ക് 60ഉം വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകൾക്ക് 115 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. 14.2 കിലോയുടെ ഗാർഹിക സിലിണ്ടറിന് 920 രൂപയായി. ഇതോടെ സാധാരണക്കാരായ കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ. വില വർധന ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇത്ര വേഗം പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്യാസിന് വില കൂടിയത്. എല്ലാവർക്കും, സാധാരണക്കാർക്കും തൊഴിലാളികൾക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. 20 days ഒക്കെയാണ് സാധാരണ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 1 monthലേക്ക് ആക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ബഡ്ജറ്റ് ആകെ താളം തെറ്റിയ പോലെയായി. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കാൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. LPG ആഭ്യന്തര ഉപഭോക്താക്കൾക്ക് മാത്രമേ വിൽക്കാവൂ എന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. LPG വിലവർധനയ്ക്കെതിരെ വനിതാ ദിനത്തിൽ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. 24 കോഴിക്കോട്. ഇന്ത്യ അഭയം നൽകിയ ഇറാനിയൻ കപ്പൽ ഐറിസ് ലവാന്റെ ദൃശ്യങ്ങൾ പകർത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പബ്ലിക് TV പ്രതിനിധികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. റിപ്പബ്ലിക് TVയുടെ തിരുവനന്തപുരം പ്രതിനിധി ശങ്കർ CG, ക്യാമറമാൻ മണി S, ബോട്ട് ഓടിച്ച കൊച്ചി സ്വദേശി വിജയകുമാർ എന്നിവരെയാണ് CISF അറസ്റ്റ് ചെയ്തത്. കേരള പോലീസിന് കൈമാറി. ഇവരെ ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ച് രാജ്യത്തിനും സംസ്ഥാനത്തിനും ഭീഷണിയാകുന്ന തരത്തിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്നാണ് കേസ്. ബോട്ടിലൂടെ ദൃശ്യങ്ങൾ എടുക്കാൻ പോയതിനെ തുടർന്ന് CISF പിടികൂടുകയായിരുന്നു. ഇറാൻ യുദ്ധക്കപ്പലായ ഐറിസ് ലവാന്റെ ദൃശ്യങ്ങൾ പകർത്തുകയോ പ്രചരിക്കുകയോ ചെയ്യരുതെന്ന് കൊച്ചി DCP നിർദ്ദേശം നൽകി. ഐറിസ് ലവാന്റെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കരുതെന്ന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പുണ്ട്. വെൽക്കം ബാക്ക്. തിരികെ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 വാഗ്ദാനവുമായി UDF. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുമെന്നുമാണ് പ്രഖ്യാപനം. പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനം UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഔദ്യോഗിക തുടക്കമായി മാറി. സ്ത്രീകളെയും യുവാക്കളെയും കൂടെ നിർത്തി വോട്ടുറപ്പിക്കാൻ 5 പദ്ധതികളുമായാണ് UDF കളത്തിലിറങ്ങുന്നത്. പുതുയുഗ യാത്രയുടെ സമാപന വേളയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ രാജസ്ഥാൻ മോഡൽ ആരോഗ്യ ഇൻഷുറൻസ്, ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ പരിരക്ഷ. യുവ സംരംഭകർക്ക് 5 ലക്ഷം വരെ പലിശരഹിത വായ്പ. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് തുടങ്ങുമെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. So we have 5 guarantees which we are proposing for the people of Kerala. Is a free bus travel for all women in KSRTC buses. 1,000 rupees a month financial assistance
to college-going girl students. Welfare pensions increased to 3,000 rupees a month. So we are going to name the new health insurance scheme for Kerala after Omen Chandy ji. And that is going to provide 25 lakh rupees of insurance for every household. Up to 5 lakh interest-free loans for youngsters who want to start their businesses. Dedicated ministry for senior citizens' welfare. We are providing this protection to the people of Kerala. ഏറ്റവും പാവപ്പെട്ട മനുഷ്യരെ ചേർത്തുപിടിച്ച് UDF മുന്നോട്ടു പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ, സങ്കടങ്ങളുമായി ജീവിക്കുന്നവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചുവരും. കേരളം UDF പിടിക്കുമെന്ന് സണ്ണി ജോസഫ്. 100 സീറ്റിലേറെ നേടി UDF അധികാരത്തിലെത്തുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. 10 കൊല്ലം മുമ്പുള്ള UDF സർക്കാരിനെ കുറിച്ച് ഇപ്പോൾ പരസ്യം കൊടുക്കുന്നത് സർക്കാരിന് സ്വന്തമായി ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുന്ന വേദിയായി പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനം മാറി. 24 തിരുവനന്തപുരം. 2020 ലോകകപ്പിൽ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ പോരാട്ടം നാളെ. മത്സരം നടക്കുന്ന അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഇരു ടീമുകളും പരിശീലനം നടത്തി. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസിഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2020 ലോകകപ്പിലെ ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനലിന് ഇനി ഏതാനും മണിക്കൂറുകളുടെ മാത്രം അകലം. 3ാം കിരീടം ലക്ഷ്യമിട്ട ടീം ഇന്ത്യ സ്വന്തം തട്ടകത്തിൽ ഇറങ്ങുമ്പോൾ കന്നിക്കിരീടമാണ് ന്യൂസിലാൻഡിന്റെ ലക്ഷ്യം. ഇന്നേ വരെ ഒരു ടീമും തുടർച്ചയായി ലോക കിരീടം നേടിയിട്ടില്ല, സ്വന്തം ഗ്രൗണ്ടിൽ കിരീടം നേടിയിട്ടില്ല, അതോടൊപ്പം തന്നെ 3 തവണ കിരീടം നേടിയിട്ടില്ല. ഈ വലിയ നേട്ടങ്ങളാണ് ടീം ഇന്ത്യയെ നാളെ ഫൈനൽ ജയിച്ചാൽ കാത്തിരിക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാർ, 1ാം നമ്പർ ടീം എന്നൊക്കെ തന്നെ വലിയ കരുത്തുമായാണ് ഇന്ത്യ ലോകകപ്പിനെത്തിയത്. ടൂർണമെന്റിൽ ദക്ഷിണാഫ്രിക്കയോടേറ്റ ഒരേ ഒരു തോൽവി മാത്രമാണ് ഇന്ത്യക്ക് കുറവായി പറയാനുള്ളത്. പക്ഷേ ഫൈനലിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പരിഹാരങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുമെന്നും ഇന്ത്യ വീണ്ടും കിരീടം നേടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. ഇരു ടീമുകളും ഇന്ന് പരിശീലനത്തിന് ഇറങ്ങിയിരുന്നു. ആദ്യം ന്യൂസിലാൻഡ് ടീമാണ് പരിശീലനത്തിനെത്തിയത്. ദീർഘനേരം 2 മണി മുതൽ 5 മണി വരെ ന്യൂസിലാൻഡ് ടീം പരിശീലനം നടത്തി. അതിനിടെ ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാന്നർ വാർത്താസമ്മേളനത്തിലെത്തിയപ്പോൾ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. ഇന്ത്യയുടെ ഹോം ഗ്രൗണ്ട് ആയിരിക്കാം, പക്ഷേ തങ്ങളുടെ ഗെയിം കളിക്കുമെന്നും ഇന്ത്യയെ കീഴടക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് മിച്ചൽ സാന്നർ പങ്കുവച്ചത്. അതിനുശേഷം 6 മണിക്ക് ശേഷമാണ് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലനം തുടങ്ങിയത്. ഇന്ത്യൻ ടീം അവസാന പിഴവുകളും തീർത്ത് സ്വന്തം മണ്ണിൽ കിരീടം നിലനിർത്താനുള്ള വലിയ പോരാട്ടത്തിലേക്ക് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ നന്നായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇഷാൻ കിഷനും ഒപ്പം തന്നെ തിലക് വർമ്മയും നമ്മുടെ സഞ്ജു സാംസണും എല്ലാം ദീർഘനേരം നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാഴ്ച കണ്ടു. ബൗളേഴ്സും വരുൺ ചക്രവർത്തിയും കുൽദീപും അടക്കമുള്ള ബൗളർമാരും പരിശീലനം നടത്തുന്നത് കണ്ടു. നാളത്തെ പ്ലേയിങ് 11-ൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നതാണ് വലിയ ആകാംക്ഷ. വാർത്താ സമ്മേളനത്തിലും ഉയർന്നത് ഇതേ ചോദ്യം തന്നെയാണ്. പക്ഷേ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറയുന്നത് പ്ലേയിങ് 11-ൽ മാറ്റത്തിന് സാധ്യതയില്ല എന്നതാണ്. വരുൺ ചക്രവർത്തി ഏതെങ്കിലും 1-2 മത്സരത്തിൻ്റെ പുറത്ത് മാറ്റി നിർത്താനാവില്ല. അദ്ദേഹം ലോകത്തെ 1ാം നമ്പർ ബൗളറാണ് എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. ഒരുപക്ഷേ വരുൺ ചക്രവർത്തിയെ മാറ്റി കുൽദീപ് യാദവിനെ കൊണ്ടുവന്നേക്കാം എന്ന ചില റിപ്പോർട്ടുകളുണ്ട്. കുൽദീപ് ഇന്ന് ദീർഘനേരം നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കാഴ്ചയും കൊണ്ട്. പക്ഷേ ടീമിൽ വലിയ മാറ്റത്തിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ അഭിഷേക് ശർമ്മയുടെ ഫോമിനെ കുറിച്ചാണ് ആശങ്ക. പക്ഷേ അഭിഷേക് നിർണായക മത്സരത്തിൽ സ്കോർ ചെയ്യുമെന്ന പ്രതീക്ഷ. തുടർച്ചയായ 11 വർഷവും സിവിൽ സർവീസസ് പരീക്ഷയിൽ മികച്ച നേട്ടം കൈവരിച്ച ഐലേൺ IAS അക്കാദമി സ്ഥാപനത്തിന്റെ നേട്ടത്തിൽ പ്രധാന പങ്കുവഹിച്ച് 1 ഇയർ ക്ലാസ് റൂം പ്രോഗ്രാമായ PCM അക്കാദമിയിൽ നിന്ന് സിവിൽ സർവീസസ് യോഗ്യതയിലേക്ക് എത്തിയവരുടെ പട്ടികയിൽ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളുമുണ്ട്. 11 വർഷം കൊണ്ട് 450-ൽ പരം സിവിൽ സർവീസസ് ജേതാക്കളെ സൃഷ്ടിച്ച സ്ഥാപനമാണ് ഐലേൺ IAS അക്കാദമി. കളക്ടർമാരായ അർജുൻ പാണ്ഡ്യ IAS, മാധവിക്കുട്ടി IAS, സബ് കളക്ടർ ആൽഫ്രഡ് OV എന്നിവരടക്കം ഐലേൺ അക്കാദമിയുടെ സംഭാവനയാണ്. സിവിൽ സർവീസസ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ മുൻ വർഷങ്ങളിലെ പോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് ഐലേൺ IAS അക്കാദമി. 450-ലധികം ഉദ്യോഗാർത്ഥികളെ സിവിൽ സർവീസ് യോഗ്യതയിലേക്ക് പ്രാപ്തമാക്കാനായ അപൂർവ നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് ഇത്തവണ സ്ഥാപനം. നിരവധി പ്രമുഖരായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ വാർത്തെടുത്ത ഈ സ്ഥാപനത്തിലെ പ്രധാന പ്രോഗ്രാമുകളിലൊന്നാണ് 1 ഇയർ ക്ലാസ് റൂം പ്രോഗ്രാമായ പ്രിലിംസ് കം മെയിൻസ് എന്ന PCM. എനിക്ക് തോന്നിയിട്ടുള്ളത് ഐലാൻഡ് PCM ബാച്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാം ഹൈലി ക്വാളിഫൈഡ് ആണ്. മാത്രമല്ല എല്ലാവരും ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നുണ്ട്. UPSC പ്രിലിംസിൻ്റെ എക്സാമിന് മുന്നേ തന്നെ എല്ലാ ഇൻക്ലൂഡിങ് മെയിൻസിലുള്ള പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും. പിന്നെ സ്പെഷ്യലി പറയേണ്ടതാണ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ മെൻറ്റർ നമ്മുടെ ക്ലോസ് ടു ആയിട്ടുണ്ടാവും. നമുക്ക് വിളിച്ച് ചോദിക്കാം, ആക്സസ് ചെയ്യാം. പ്രത്യേക പരിശീലനത്തിലൂടെ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ അടക്കം സിവിൽ സർവീസസ് യോഗ്യതയിലേക്ക് എത്തിക്കാനും ഐലേൺ IAS അക്കാദമിക്ക് ആയിട്ടുണ്ട്. 11 വർഷം കൊണ്ട് ആദ്യ ശ്രമത്തിൽ തന്നെ UPSC റാങ്ക് ഹോൾഡർ യോഗ്യതയിലേക്ക് എത്തിയവർ അടക്കം 450-ൽ പരം ഉദ്യോഗാർത്ഥികളെ
വിജയത്തിലേക്ക് എത്തിക്കാൻ ഐലൻ IAS അക്കാദമിക്ക് സാധിച്ചു. നമ്മുടെ കൂട്ടത്തിൽ പഠിച്ച് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള 4 പേരാണ് ഈ ലിസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരു കുട്ടിക്ക് UPSC എക്സാമിന് സ്പെഷ്യൽ കണ്ടീഷൻസ് കൊടുക്കാറുണ്ട്. വേറൊരു റൂമിൽ സ്പെസിഫിക്കായി ഇരുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ അവർക്ക് ഓരോ സ്റ്റേജിലും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് നമ്മൾ സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയിൽ 57ാം റാങ്കുകാരി ശ്രീജയെ ഐലൻ IAS അക്കാദമി ഡയറക്ടർ മുഹമ്മദ് ഷിനാസ് പുരസ്കാരം നൽകി ആദരിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.